ഗായ്സ്, അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ പോലെ തന്നെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബാങ്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് അതിൻ്റെ അടുത്ത് വന്ന തെറ്റ് തന്നെയാണ്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. അതിൽ 2-3 പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ ടൈമായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ബാങ്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ അതായത് സാധാരണ ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണം തന്നെയാണ്, എനിക്കറിയാൻ മിണ്ടാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയൊരു തെറ്റാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പറയണമെന്ന് തോന്നി. മെയിനായിട്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, ഒരു ചങ്ങായിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. അയാൾ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാജ മൊയ്തീൻ എന്നാണ് ചങ്ങായിൻ്റെ പേര്. പ്രൊഫൈലിൽ അയാളെ മൂഞ്ചി ഉണ്ട്, പക്ഷെ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കണില്ല. ഈ ചങ്ങായി വന്നുങ്ങാണ്ട് ഒരു സൈസ് കൊണ സൈസ് അതിൻ്റെ ഇടയിലൊക്കെ ഉള്ളൊരു കമൻറ്റ് ഇടാനുണ്ട്. നമ്മൾ പൊട്ടന്മാരല്ലോ ഇത് കാണുന്നവർ. ഇയാളിട്ട ഒരു കമൻറ്റാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണവരൊന്നും കളിയാക്കല്ലേന്ന്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണോ, മതം അനുസരിച്ച് ജീവിക്കണോ, ഇസ്ലാമിലുള്ള പോലെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട്, താൻ എന്തായാലും അതിനനുസരിച്ചാണല്ലോ ജീവിക്കണത്. അതിനനുസരിച്ച് ജീവിക്കണോണ്ടാണ് ഇയാൾ ബോഡി ഷേമിങ് ചെയ്യണത്, അതേമാതിരി ഒരാളെ പറ്റി കുറ്റം പറയണത്, മറ്റുള്ളവരെ ഇറച്ചി തിന്നണത്. ഇതൊക്കെ നമ്മളെ ഈമാനിലും ഇസ്ലാമിലും അള്ളാഹ് പറഞ്ഞതൊക്കെയാണ്. എടോ സ്വന്തം നന്നാവാൻ നോക്കുക ആദ്യം, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കൽ. തൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ തൻ്റെ കമൻറ്റ് വായിച്ചു നോക്കിയാൽ മതി. എല്ലാ കമൻറ്റും കൂടി ഇപ്പം ഇതിൽ കൊടുത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഏറെക്കുറെ ഇയാൾ ഇടണേനൊക്കെ ഞാൻ മെസ്സേജിൽ കൂടി ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഇട്ടുകൊടുക്കല്ലേ, ഇപ്പോൾ ഇതിന് നിൽക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാണുന്നത് എനിക്ക് പറ്റാത്ത കമൻറ്റ് കാണുമ്പോൾ മാത്രം ഞാൻ മെസ്സേജ് കൂടെ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഒരു വോയിസ് ഇട്ടടക്കം ഞാൻ കൊടുത്ത്. സത്യം പറയുകയാണെങ്കിൽ ഈ യൂട്യൂബിൽ ഇപ്പോൾ വോയിസ് ഇട്ടുള്ള ഒരു ഓപ്ഷൻ വന്നുകൊണ്ടേ വോയിസ് കൂടെ നമുക്ക് മെസ്സേജ് അയക്കാമല്ലോ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നുകൊണ്ട് തന്നെ ചിലർക്ക് തന്തക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് തന്തക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എഴുതുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല, പറയുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, ഈ എഴുതുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഈ മഹാനോട് പറയാനുള്ളത്, താൻ നന്നാവണം ആദ്യം പോയിങ്ങാണ്ട്. ആദ്യം താൻ ഈമാൻ ഇസ്ലാമും അള്ളയും പറഞ്ഞതുപോലെ നടക്കേ. ഞാൻ ആരെ പച്ച തിന്നാനും ആരത് തിന്നാനും ഞാൻ വന്നിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫായിട്ട് ഇങ്ങനെ പോവാണ്. ഇയാളുമായിട്ട് ഓരോ ഊള കമൻ്റ് ഇടും. താൻ എന്ത് വേണോടോ? സത്യം ഞാൻ ചോദിക്കുക, തൻ്റെ ഫോട്ടോ ഇതിൽ വെക്കാത്ത എന്താണെന്നറിയോ? എൻ്റെ യൂട്യൂബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് മേടിച്ചിട്ടാണ്, അല്ലാതെ തൻ്റെ പബ്ലിക്കിൽ വെക്കാനുള്ള പേടിയോണ്ടെന്നല്ല. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഓരോ തീട്ടങ്ങൾ കുറേ ഉണ്ട്. അവരോട് ഇങ്ങനെ പറയാൻ തന്നാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്കെന്താണെന്നറിയോ, എന്നോട് ഇത് പറയാനുള്ളൊരു ത്വര ഉണ്ടല്ലോ, പിടിച്ചു വെച്ചിട്ട് നിൽക്കണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ എന്തായാലും ഒന്നും കൂടി പറയാണ്, എൻ്റെ അടുത്ത് വന്ന തെറ്റാണ്. തെറ്റ് മീൻസ് കാഷ്വലായി ഒരു മനുഷ്യനല്ലേ, പറ്റിപ്പോണ കാര്യങ്ങളിൽ ഇതൊന്ന് മാത്രം